അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ തർക്കങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ ഭാരതത്തെ നിരാശനായ ട്രംപ് ഡെഡ് എക്കോണമി എന്ന് വിളിച്ചു. ഇതിവിടെ ഏറ്റുപാടിയത് രാഹുൽ മാത്രമാണ്. അപ്പോൾ ഭാരതത്തിനൊരു പ്രശ്നം വരുന്നത് ആഘോഷിക്കാനായി കാത്തു നിൽക്കുകയായിരുന്നോ പ്രതിപക്ഷം, കോൺഗ്രസ്, ഈ സഖ്യം? അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, അത് ഒരു പൊളിറ്റിക്കൽ മാറ്റർ, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ വളരെ വിശാലമായ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇന്ത്യ തുടർന്ന് വന്ന പരമ്പരാഗതമായ വിദേശ നയങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് വ്യതിചലിച്ച് നമ്മളെന്തോ അമേരിക്കയുടെ പക്ഷത്ത് ആണ് എന്നൊരു നിലയിലേക്ക്, അമേരിക്കയുമായി ഏറ്റവും അടുത്ത ചങ്ങാത്തത്തിലേക്ക്, മൈ ഗുഡ് ഫ്രണ്ട് എന്ന ഒരു നിലയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും പലവട്ടം അമേരിക്കൻ പ്രസിഡന്റുമായി ഔപചാരികമായും അനൗപചാരികമായി ചർച്ചകളൊക്കെ നടക്കുകയും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് എന്ന നിലയിലേക്ക് അമേരിക്ക മാറുകയും ചെയ്യുന്ന എന്ന് ലോകത്തെ ഒക്കെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. ആ തിരിച്ചടി ഇവിടെ മുമ്പ് വിദേശകാര്യ വിദഗ്ധൻ ശ്രീ വിൻസെന്റ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യം 25% തീരുവ, അടുത്തത് വീണ്ടും 25-50% തീരുവ. ഈ തീരുവ വന്നതോടുകൂടി പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു ആഘാതം അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കരുത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു അദ്ദേഹം, $84 ബില്യൺ വ്യാപാരം അമേരിക്കയുമായിട്ടുണ്ടായിരുന്നത് ഇപ്പം ഏതാണ്ട് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 30%, 40% ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ കിറ്റെക്സിന്റെ ഉടമയുടെ ഒരു ഇന്റർവ്യൂ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിലും അദ്ദേഹം വന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസ് ബിസിനസ്സിന് പെട്ടെന്നുണ്ടായ ആഘാതത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം നമ്മളിപ്പം ഒരു മനമാറ്റം നടത്തി നമ്മൾ ചൈനയുമായിട്ട് കൈകോർക്കാനായിട്ട് പോകുന്നു. സ്വാഭാവികമായും ശത്രുവിന്റെ ശത്രു മിത്രം, അതല്ല എങ്കിൽ പഴയ ശത്രുവിനെ വിടുക, പഴയ ശത്രുവിനോട് സ്വീകാര്യത, പുതിയ ശത്രുവുമായിട്ട് നമ്മൾ മാറുക, അപ്പോൾ പഴയ ശത്രുവുമായി നമ്മൾ സൗഹൃദത്തിലേക്ക് പോവുക. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമ്മൾ പോകുമ്പോൾ ചൈനയെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിയുകയില്ല എന്നുള്ളതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രം. അപ്പൊ 5000 വർഷത്തെ ഇന്ത്യ ഭൂഖണ്ഡവും ചൈന ഭൂഖണ്ഡവും തമ്മിലുള്ള ചരിത്രം പരിശോധിച്ച ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല. കാരണം ഹിമാലയൻ മലനിരകൾ, ഈ സാനുക്കൾ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു ചക്രവർത്തിക്കും അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് വന്ന് യുദ്ധം ചെയ്യാനോ ഇപ്പുറത്തു നിന്ന് അപ്പുറത്ത് പോയി യുദ്ധം ചെയ്യാനോ കഴിഞ്ഞ 5000 വർഷത്തെ ചരിത്രത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ ചതിക്കപ്പെട്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1950കളുടെ അവസാനം ചൗവല്ലായിയുമായിട്ട് ഒപ്പുവയ്ക്കുന്ന പഞ്ചശീല തത്വങ്ങൾ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, അതിർത്തികൾ പ്രശ്നങ്ങൾ അത് ചർച്ചയിലൂടെ പരിഹരിക്കും എന്നൊക്കെ പഞ്ചശീല തത്വം ഒപ്പുവെച്ച് അതിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്നത് ചൈനയുടെ ഭയാനകമായ ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു അയൽക്കാരനല്ല ചൈന എന്നുള്ളതാണ് പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു 60 വർഷത്തെ ചരിത്രം. അതിനിടയിൽ 7-8 പ്രാവശ്യം, ഇവിടെ ഇപ്പം അദ്ദേഹം സൂചിച്ച പോലെ ഗൽവാനിലുണ്ടായ പ്രശ്നം, അതുപോലെ തന്നെ പാങ്കോങ് നദിക്കരയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിനു മുമ്പ് ഡോക്ലാം അക്രമം, ഇതെല്ലാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അവിശ്വാസത്തിന്റെ ബഹിസ്ഫുരണങ്ങളായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ചൈന ഇന്ത്യയുടെ പക്ഷത്തേക്ക് മാറി. ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു ആമുഖം എന്നുള്ള നിലയിൽ അതവിടെ നിൽക്കട്ടെ.